കമ്മ്യൂണിസം കൊണ്ട് മുടിഞ്ഞ് കുത്തുവാളയെടുത്ത ഒരു രാജ്യം. കെട്ടുകണക്കിന് ഇന്ധനമുണ്ടെങ്കിലും നാണ്യപ്പെരുപ്പം കൊണ്ട് വലഞ്ഞ ആ രാജ്യത്തിന്റെ കഥ കുറച്ച് കഠിനമാണ്. വീട്ടിലെ അടുപ്പ് പുകയാൻ അയൽ രാജ്യങ്ങളിൽ വേശ്യാവൃത്തിക്ക് പോകുന്ന ഒരു കൂട്ടം സ്ത്രീകളുള്ള ഒരു നാട്. വേസ്റ്റ് കൊട്ടയിൽ നിന്നും അവശിഷ്ടങ്ങൾ പെറുക്കിയെടുത്ത് വിശപ്പകറ്റുന്ന കുട്ടികൾ ഈ രാജ്യത്തെ സ്ഥിരം കാഴ്ചയാണ്. എന്തിനുമേറെ മുലപ്പാൽ വിറ്റ് വിശപ്പടക്കുന്നവർ വരെ ഇവിടെയുണ്ട്. ജീവിക്കാൻ വേണ്ടി നെട്ടോട്ടമോടുന്ന ഒരു കൂട്ടം ജനങ്ങൾ പൊരുതുന്ന വെനസ്വേലയെക്കുറിച്ചാണ് ഈ പറയുന്നത്. അതായത് നിക്കോളാസ് മഡൂരോയുടെ വെനസ്വേല. ഒരു ഭരണാധികാരിയും രാജ്യവും എങ്ങനെയാകരുത് എന്നതിന് നേർസാക്ഷ്യമാണിവിടം. ഇതുപോലെ ഏതെങ്കിലും ഭരണാധികാരികളെ നിങ്ങൾക്കറിയാമോ? അറിയുമെങ്കിൽ കമന്റ് ചെയ്യൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഏകാധിപത്യവും ദീർഘവീക്ഷണമില്ലാത്ത നേതൃത്വവും കൂടി കുട്ടിച്ചോറാക്കിയ വെനസ്വേല ഇന്ന് ദാരിദ്ര്യത്തിന്റെ പടികൂടിയിലാണ്. വീട്ടിലെ വയറുകൾ പോറ്റാൻ വേണ്ടി അന്യനാട്ടുകളിൽ ശരീരം വിൽക്കുന്ന സ്ത്രീകൾ വെനസ്വേലയുടെ നിത്യകാഴ്ചയാണ്. പട്ടിണി കൊണ്ട് സ്വന്തം കുഞ്ഞുമക്കളെപ്പോലും വിൽക്കേണ്ട ഗതികേടിലാണ് ഇവിടുത്തെ മാതാപിതാക്കന്മാർ. എണ്ണക്കയറ്റുമതിയിലൂടെ വൻ പണം കൊയ്ത ഒരു പഴയകാലം വെനസ്വേലയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഈ രാജ്യം ഇന്ന് കാണുന്ന അധപ്പതനത്തിലേക്ക് കൂപ്പുകുത്തിയത്? നമുക്ക് നോക്കാം. കോടിക്കണക്കിന് എണ്ണ വ്യാപാരം പച്ചപിടിച്ചപ്പോൾ അധികാരികൾ അവരുടെ കമ്മ്യൂണിസ്റ്റ് നയം അവിടെ നടപ്പിലാക്കി. രാജ്യത്തിന് കിട്ടുന്ന വരുമാനം ജനങ്ങൾക്ക് തുല്യമായി വീതിച്ചു നൽകി. അവർക്കുള്ള ബ്രെഡും പാലും മറ്റു സാമാനങ്ങളൊക്കെയും രാജ്യം അവർക്ക് വെറുതെ നൽകി. അധികാരികൾ ജനങ്ങളെ മടിയന്മാരാക്കി. അങ്ങനെ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തിപ്പെടുത്താനും ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിലും ഭരണാധികാരികൾ അമ്പെ പരാജയപ്പെട്ടു. പട്ടാളത്തിലെ ഉദ്യോഗസ്ഥനായിരുന്ന ഷാവേസ് 1999 വെനസ്വേലയുടെ പ്രസിഡന്റായി 44-ാം വയസ്സിൽ അവരോധിക്കപ്പെട്ടപ്പോൾ വെനസ്വേലയുടെ സാമ്പത്തിക സ്ഥിതി ആശാവഹമായിരുന്നില്ല. ജനങ്ങളിൽ പകുതി പേരും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയായിരുന്നു. എണ്ണവില പെട്ടെന്ന് ഉയരാൻ തുടങ്ങുകയും കാലക്രമത്തിൽ $100 വരെയാവുകയും ചെയ്തു. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള ഒട്ടേറെ പരിപാടികൾ നടപ്പാക്കാൻ എണ്ണപ്പണം ഷാവേസ് ഉപയോഗിച്ചു. ഭക്ഷണവും മരുന്നും ആവശ്യ സാധനങ്ങളും കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കാൻ തുടങ്ങിയതോടെ ജനങ്ങൾ സന്തുഷ്ടരായി. തുടർന്ന് നടത്തിയ 3 തെരഞ്ഞെടുപ്പുകളിൽ ഷാവേസ് തന്നെ വെനസ്വേലയിൽ ജയിച്ചു. US ഉപരോധം മൂലം വീർപ്പുമുട്ടിയ ക്യൂബയെ സഹായിക്കാനും $1 ഷാവേസിന് തുണയായി. ഷാവേസ് 2013 ക്യാൻസർ മൂലം മരണപ്പെട്ടതോടെ പിന്നീട് മഡൂറോ പ്രസിഡന്റായി. ഇതോടെ വെനസ്വേലയുടെ പതനം ആരംഭിക്കുകയായിരുന്നു. ബസ് ഡ്രൈവറും തൊഴിലാളി യൂണിയൻ നേതാവുമായിരുന്ന ഈ 55-കാരൻ ഷാവേസിന്റെ വിദേശകാര്യമന്ത്രിയായിരുന്നു. പക്ഷേ ജനപ്രീതിയിലും വ്യക്തിപ്രഭാവത്തിലും ഷാവേസിന്റെ 7 അയലത്ത് പോലും എത്താൻ മഡൂറോയ്ക്കായില്ല. രാജ്യാന്തര വിപണിയിൽ എണ്ണവില അടിക്കടി ഇടിയുകയും വെനസ്വേല വൻ സാമ്പത്തിക പ്രതിസന്ധിയിലാവുകയും ചെയ്തപ്പോൾ അതിനെ നേരിടുന്നതിൽ മഡൂറോ പരാജയപ്പെടുകയും ചെയ്തു. ഒരു കാലത്ത് തെക്കേ അമേരിക്കയിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു വെനസ്വേല. ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ള രാജ്യവും. എണ്ണ കയറ്റുമതി രാജ്യങ്ങളുടെ സംഘടനയിൽ എണ്ണയുടെ ഉൽപാദനത്തിൽ 6-ാം സ്ഥാനത്ത് നിന്ന രാജ്യം. ഇന്ന് വെനസ്വേലയിലെ 5 പേരിൽ 4 പേരും പട്ടിണിയിലാണ്. ദൈവം വിചാരിച്ചാലും മഡൂറോയെ അധികാരത്തിൽ നിന്ന് ആർക്കും മാറ്റാൻ സാധിക്കില്ലെന്ന് പ്രഖ്യാപിച്ചത് തെരഞ്ഞെടുപ്പിലെ മുഖ്യ എതിരാളിയായ ഫാൽക്കണാണ്. ജനാധിപത്യത്തെ അട്ടിമറിച്ച് മഡൂറോ വീണ്ടും അധികാരത്തിലെത്തി. സാമ്പത്തികമായി തകർന്ന് മുട്ടിലിഴയുന്ന രാജ്യത്തിന് വേണ്ടി ചെറുവിരൽ അനക്കാതിരുന്നിട്ടും മഡൂറോ ഭരണം തിരിച്ചുപിടിച്ചു. വ്യാപക ക്രമക്കേടുകൾ നടത്തി വീണ്ടും അധികാരത്തിലായി. ഈയടുത്ത് മഡൂരോയ്ക്ക് വേണ്ടി മഡൂറോ തന്നെ നിയമിച്ച ഭരണഘടന സഭാ തിരഞ്ഞെടുപ്പ് നേരത്തെയാക്കി. ഇനിയൊരു തിരിച്ചുവരവ് വെനസ്വേലയ്ക്ക് ഉണ്ടാകില്ലെന്ന് തന്നെയാണ് ലോകരാജ്യങ്ങളുടെ തീർപ്പ്. 2010 അവസാനത്തോടെ രാജ്യം വൻ തിരിച്ചടി നേരിട്ടു. സർക്കാർ പിടിച്ചെടുത്ത ഭൂമി കൃഷിക്കോ വ്യവസായങ്ങൾക്കോ ഉപയോഗിക്കാതെ തരിച്ചിട്ടത് സമ്പന്ന രാജ്യത്തെ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിച്ചു. എക്സോൺ മൊബിൽ അടക്കമുള്ള ഭീമൻ നിക്ഷേപകർ രാജ്യം വിട്ടു. മഡൂറോയുടെ ഭരണത്തോടെ കാര്യങ്ങൾ കൈവിട്ടു. ഇവിടുത്തെ വീടുകളിലെ വഴക്കുകൾ അധികവും പട്ടിണി കാരണമാണ്. അവശേഷിക്കുന്ന ഭക്ഷണം കുഞ്ഞുങ്ങൾ വിശപ്പ് കൊണ്ട് എടുത്തു കഴിക്കുമ്പോൾ അതിന്റെ പേരിൽ വരെ വലിയ വഴക്കുകൾ ഇവിടെ ഉണ്ടാകാറുണ്ട്. അതിന്റെ പേരിൽ കുഞ്ഞുങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതെല്ലാം ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്. സ്വന്തം ശരീരവും കുഞ്ഞുങ്ങളെയും വിറ്റ് ജീവൻ നിലനിർത്താനാണ് ഇവിടുത്തെ അമ്മമാരുടെ അവസാന ശ്രമം. തെരുവിലെ ചവറ്റുകുട്ടകളിൽ ഭക്ഷണം തിരയുന്ന കുട്ടികൾ നിത്യക്കാഴ്ചകളായി മാറുകയും ചെയ്യുന്നു. 1.9 ദശലക്ഷം വെനസ്വേലക്കാരാണ് 2015 ശേഷം രാജ്യത്ത് നിന്നും പലായനം ചെയ്തത്. ഇപ്പോൾ ലോകത്തെ ഏറ്റവും ഉയർന്ന നാണ്യപ്പെരുപ്പം നിലനിൽക്കുന്ന രാജ്യമാണ് വെനസ്വേല. 2015 ശേഷം രാജ്യത്തെ നാണ്യപ്പെരുപ്പ നിരക്ക് വെനസ്വേലിയൻ സെൻട്രൽ ബാങ്ക് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അധ്യാപികമാരും പോലീസുകാരികളും മാധ്യമ പ്രവർത്തകരടക്കം എല്ലാവരും പട്ടിണി കാരണം സ്വന്തം നാട് വിട്ട് മറ്റു രാജ്യത്ത് ഇപ്പോൾ വേശ്യാലയത്തിലാണ്. വീട്ടിലെ വയറുകൾ പോറ്റാൻ വേണ്ടി ഇപ്പോൾ അവർ അന്യനാട്ടുകളിൽ ശരീരം വിൽക്കുന്നു.
സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്ന വെനസ്വേലയിൽ നല്ല ജോലി ചെയ്തിരുന്ന പലരും അയൽ രാജ്യമായ കൊളംബിയയിലേക്ക് അനധികൃത കുടിയേറ്റവും നടത്തി. അവിടെ ആരും അറിയാതെ വേശ്യാവൃത്തിയിലേക്ക് തിരഞ്ഞെടുക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. പോഷക സമ്പുഷ്ടമായ ആഹാരം കുഞ്ഞുങ്ങൾക്ക് നൽകുവാൻ കഴിവില്ലാത്ത സ്വന്തം മുലപ്പാൽ വിൽക്കുന്ന അമ്മമാർ വെനസ്വേലയിൽ സാധാരണമാണ്. ഇവിടെയും അവസാനിക്കുന്നില്ല വെനസ്വേലയുടെ ദുരിതക്കയം. വെനസ്വേല ഒരു മാഫിയ രാജ്യമായി അതിവേഗം വളരുന്നുവെന്നാണ് അടുത്ത കാര്യം. കാർട്ടൽ ഓഫ് ദി സൺ എന്ന വെനസ്വേലയിലെ പ്രമുഖ ലഹരിക്കടത്ത് മാഫിയയ്ക്ക് വേണ്ടി മന്ത്രിമാർ അടക്കമുള്ളവർ പ്രവർത്തിച്ചുവെന്നത് ലോകത്തെ ഞെട്ടിച്ച വാർത്തയായിരുന്നു. വെനസ്വേലയുടെ മുൻ വൈസ് പ്രസിഡന്റ് മഡൂറോയുടെ ഭാര്യ സിസിലിയ ഫ്ലോറൻസ്, മകൻ തുടങ്ങിയവർ ഈ മാഫിയയുടെ ഇടനിലക്കാരായി പ്രവർത്തിച്ചിരുന്നു എന്നത് ആരോപണം. ഇത് വൻ കോലാഹലമാണ് രാജ്യത്തുണ്ടാക്കിയത്. വെനസ്വേലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കണമെങ്കിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കണമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. സുതാര്യമായ തിരഞ്ഞെടുപ്പ് നടക്കണം. അധികാരത്തിൽ വരുന്ന പുതിയ നേതാവ് ഷാവേസിന്റെയും മഡൂറോയുടെയും സാമ്പത്തിക നയങ്ങൾ പൊളിച്ചെഴുതുന്നതിലാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. വെനസ്വേലയിലേക്ക് പണം വരാൻ എണ്ണപ്പാടകൾ വീണ്ടും തുറക്കണം. ഒപെക്കിന്റെ സ്ഥാപക അംഗം കൂടിയായ വെനസ്വേല എണ്ണ ഉൽപാദനം കൂട്ടി ഒപെക് രാജ്യങ്ങളുടെ ഒപ്പമെത്തണം. ഭക്ഷണ സാധനങ്ങളുടെയും മരുന്നിന്റെയും വില കുറയ്ക്കുകയാണ് സാമാന്യ ജനത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. ഇനിയും പഴയ നയങ്ങളിൽ തൂങ്ങിക്കിടക്കാനാണ് തീരുമാനമെങ്കിൽ വൻ നാശത്തിലേക്ക് രാജ്യം കൂപ്പുകുത്തുമെന്നത് തീർച്ചയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.